വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമ്മൾ മെട്രിക്സിൻ്റെ എക്സസൈസ് 3.2 10th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു അല്ലേ. നമുക്ക് 11th ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കണം, നന്നായി പഠിക്കണം, കണക്ക് ചെയ്ത് പഠിക്കണം, എങ്കിലേ ഓർമ്മ നിൽക്കത്തുള്ളൂ. ബാക്കി സബ്ജക്റ്റൊക്കെയാണ് വായിച്ച് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. Question number 11. X into 2, 3 minus 1, 1 is equal to 10, 5. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കിത് മെട്രിക്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എക്സ് ഇൻറ്റു 2 2x 3x പ്ലസ് y മൈനസ് y is equal to 10, 5. നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടും? 2x മൈനസ് y is equal to 10. ഇക്വേഷൻ നമ്പർ 1. 3x plus y is equal to 5. ഇവിടെ പൈയുടെ കോഎഫിഷ്യൻ്റ് എന്താ? -1ഉം +1ഉം. നമ്പർ സെയിം ആണ്, ഓപ്പോസിറ്റ് സൈൻ ആണ് അല്ലേ. അങ്ങനെ വരും. ഓപ്പോസിറ്റ് സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ദീസ് ടു ക്യാൻസൽ. 5x 15 x is equal to 15 divided by 5 3. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിങ്ങൾ കഴിയുന്നിടത്ത് പ്ലസ് ഉണ്ടെങ്കിൽ അതേ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കുറേ കൂടെ തെറ്റാതിരിക്കും. മൈനസൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾ വിട്ടുപോകും മൈനസ് ഇടാൻ. ഞാനിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3 into 3 9 plus y is equal to 5. y is equal to 5 minus 9 minus 4. Second question. Three into x y z w. x 6 minus 1 2w plus 4 x plus y z plus w 3. Find x, y, z and w. x plus, sorry, അത് മൾട്ടിപ്ലൈ. 3x 3y 3z 3y 3w. x plus 4 6 plus x plus y minus 1 plus z plus w 2w plus 3. 3x is equal to x plus 4. 3x minus x 2x is equal to 4. x is equal to 4 divided by 2. 3y is equal to 6 plus x plus y. നമുക്ക് x y ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. 3y minus y. 3y minus y നമുക്ക് 2y. 3y minus y. 6 plus നമുക്ക് x എത്ര കിട്ടി? 2. 6 plus 2 8. y is equal to
8/2 4. ഇനി നമുക്കിവിടെ അത് 3W ഇത് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് W കിട്ടും. പിന്നെ ഈ എലിമെൻറ്റ് ഇക്വേറ്റ് ചെയ്യാം. 3W = 2W + 3. 3W - 2W 3Z = -1 + Z + W. W എത്ര കിട്ടി? 3. 3Z - 2Z. 2Z = -1 + 3. ഒരു നമ്പർ നെഗറ്റീവ്, ഒരു നമ്പർ പോസിറ്റീവ്. ഡിഫറൻസ് എടുക്കുക, ലാർജ് നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. Z = 2/2. എല്ലായാലോ X2 Y4 Z W. Question number 15. ഞാൻ ടെക്സ്റ്റിലെ നമ്പർ തന്നെയാണ് ഇടുന്നത് കേട്ടോ. ഫൈൻഡ് A² - 5A + 6I. പണ്ടൊരിക്കൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് A² കാണണമെങ്കിൽ ഓരോ എലിമെൻറ്റിനും നിങ്ങൾ സ്ക്വയർ ചെയ്താൽ പോരെ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. A² എന്ന് പറഞ്ഞാൽ A × A മെട്രിക്സ് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ A എന്താ നമുക്ക് തന്നിരിക്കുന്നത്? 2 0 1. ആദ്യം നമുക്ക് A² കാണാം. A 2 0 1 2 1 3 1 - 1 0 2 0 1 2 1 3 1 - 1 0. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. മൾട്ടിപ്ലിക്കേഷനിലാണ് കുട്ടികൾ കൂടുതലും തെറ്റിക്കുന്നത്. അതിന് എടുത്തെടുത്ത് പറയുന്നത്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 2 × 2 + 0 × 2 + 1 × 1. ഇനി ഇതേ റോ കൊണ്ട് തന്നെ അടുത്ത കോളം. 2 × 0 0 × 1 + 1 × -1. ഇനി ഈ റോ കൊണ്ട് അടുത്ത കോളം. അത് എത്ര കോളം ഉണ്ടോ അതുവരെ നമ്മൾ ഈ ഫസ്റ്റ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. 2 × 1 + 0 × 3 + 1 × 0. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ്. 2 × 2 1 × 2 3 × 1. 2 × 0 1 × 1 3 × -1. 2 × 1 1 × 3 3 × 0. 1 × 2 -1 × 2 + 0 × 1. 1 × 0 -1 × 1 0 × -1. 1 × 1 -1 × 3 0 × 0. 4 + 1 5 9 0 -1 -2 -1 2 5 -2. നമുക്ക് A² കിട്ടി അല്ലേ. ഇനി എന്താ കാണണ്ടേ? A² - 5A + 6I. A² - 5A + 6I. 5 -1 2 9 -2 5 0 -1 -2 -5A എന്ന് പറഞ്ഞ്
നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ എല്ലാത്തിനും ഏതുകൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ഈച്ച് എലിമെൻറ്റ് ബൈ 5 × 2 5 × 0 5 15 5 -5 0 പ്ലസ് 6i. i എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെട്രിക്സ് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇത് 3/3 അല്ലേ. അപ്പോൾ നമ്മൾ ഏതെഴുതണം 1 0 0 0 1 0 0 0 1. അപ്പം നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 0 0 0 6 0 0 0 6. 5 - 10 -5 -5 + 6 1 -1 -0 + 0 2 - 5 -3 -3 + 0 -3 9 - 10 -1 + 0 -2 -5 -7 -7 + 6 5 - 15 -10 + 0 0 - 5 -5 -5 + 0 -1 -5 അപ്പോൾ -1 + 5 4 4 + 0 4 -2 -0 -2 -2 + 6 പോസിറ്റീവ് 4. അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് കെയുടെ വാല്യൂ കാണുന്നത് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 17 ചെയ്യാം. സെവൻറ്റീൻത് ക്വസ്റ്റ്യൻ എക്സാമിന് കുറേ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫൈൻ ദ വാല്യൂ ഓഫ് കെ. ഫൈൻ കെ സോ ദാറ്റ് ഇവിടെ നമുക്ക് എ തന്നിട്ടുണ്ട് 3 4 -2. ഫൈൻ കെ സോ ദാറ്റ് a² = KA - 2i. അതിവിടെ നമുക്ക് a² കാണാം. 3 - 2 4 -2 3 - 2 4 -2 9 + -8 3 × -2 -6 -6 + 4 -2 4 × 3 12 12 + -8 4 -8 + 4. ഇതായിട്ട് ഇക്വേറ്റ് ചെയ്യണം. a² = 1 - 2 4 - 4 KA എന്ന് പറയുമ്പോൾ 3K - 2K 4K - 2K -2i 2002. ഇവിടെ നമ്മളിവിടെ എന്താ 1001 തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുത്തത്. നമുക്ക് ഏതെങ്കിലും ഒരു എലിമെൻറ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. 1 = 3K - 2 1 + 2 3 K = 3/3 that is equal to ഇവിടെ 0 ഉള്ള എലിമെൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം. 4 = 4K - 0 4 = 4K K = 4/4 1. ഏത് ഇക്വേറ്റ് ചെയ്താലും ഒരു വാല്യൂ കിട്ടും. നെക്സ്റ്റ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. Transpose means interchanging row and column. For example, A = 1 2 3 0 7 5. This is a 2/3 matrix. Number of rows 2, number of columns 3. Transpose is denoted by this symbol or this symbol. കൂടുതൽ നമ്മൾ A' ഇതാണ് ഉപയോഗിക്കുന്നത്. A' =
ഫസ്റ്റ് റോ ബിക്കംസ് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ എങ്ങനെ മാറും? സെക്കൻഡ് കോളമായിട്ട് മാറും. കണ്ടോ? ഓർഡർ നേരെ തിരിഞ്ഞ് വരും. 2/3 എന്നുള്ളത് എന്താവും? 3/2 ആവും. ഇവിടെ ഇൻ്റർചേഞ്ചിങ് റോ ആൻഡ് കോളം. ഫസ്റ്റ് റോ ബിക്കംസ് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ബിക്കംസ് സെക്കൻഡ് കോളം. ഇതിനെ നമ്മൾ ഒന്നുകൂടെ ട്രാൻസ്പോസ് എടുത്താൽ എന്ത് വരും? എ ഡാഷ് ഡാഷ് ഫസ്റ്റ് റോ ബിക്കംസ് ഫസ്റ്റ് കോളം, എ തന്നെ കിട്ടും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. എ ഡാഷ് ഡാഷ് ഈസ് ഈക്വൽ ടു എ. പക്ഷെ പ്രോഡക്റ്റിൽ വരുമ്പോൾ റിവേഴ്സാണ്, തിരിഞ്ഞാണ് വരുന്നത്. ബി ഡാഷ് എ ഡാഷ് എന്നാണ്. ന്യൂമറിക്കലി ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ 2 മെട്രിക്സ് തന്നിട്ട് ഷോ ദാറ്റ് എ ബി ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു ബി ഡാഷ് എ ഡാഷ് അങ്ങനെ ചോദിക്കാറുണ്ട്. സിമ്മെട്രിക് മെട്രിക്സ്. സിമ്മെട്രിക് എന്ന് പറയുമ്പോൾ സിമെട്രിക് ആണെങ്കിൽ, സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അത് ആദ്യം എന്തായിരിക്കണം? ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് എ ഡാഷ് ഈസ് ഈക്വൽ ടു എ. എ ഐ ജെ, ith റോ jth കോളം എലിമെൻ്റ് എന്തായിരിക്കണം? എ ഐ. ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞ ഏതോ ഒരു വർഷം ഒരു എക്സാമ്പിൾ എഴുതാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ സിമെട്രിക് മെട്രിക്സ്. നമ്മൾ 1 2 3 ഇങ്ങനെ എഴുതുന്നത് അത് തന്നെ താഴോട്ട് എഴുതുക. ഡയഗണൽ എലിമെൻറ്റ് ഇവിടെ 4 എഴുതി, ഇവിടെ 5 എഴുതി. ഇവിടെ A23, ഇപ്പോൾ ഇവിടെ 6 എഴുതിയ A32 തേർഡ് റോ സെക്കൻഡ് കോളം എന്ത് തന്നെ എഴുതണം? 6. നോക്കി 1 2 3 1 2 3 2 4 6 2 4 6 3 6 5 3. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തന്നെ കിട്ടും. അതാണ് സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക്. സ്ക്യൂ സിമെട്രിക് അതും സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഇതിനുള്ള കണ്ടീഷൻ എന്താ? എ ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് എ. എ ഐ ജെ എന്ന് പറയുന്ന എലിമെൻ്റ് എന്തായിരിക്കണം? മൈനസ് എ ജെ ഐ. പിന്നെ ഇതിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഡയഗണൽ എലിമെൻറ്റ്സ് ആർ സീറോസ്. ഡയഗണൽ എലിമെൻറ്റ്സ് ആർ സീറോസ്. എല്ലാ ഡയഗണൽ എലിമെൻറ്റും 0 തന്നെ ആയിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. എ ഈസ് ഈക്വൽ ടു 0 1 -2. ഇവിടെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം A12 എന്താ? 1. A21 എന്തായിരിക്കണം? -1. A13 -2 ഇവിടെ എന്തായിരിക്കണം? +2. 0 0. ഇവിടെ ഞാൻ -4 ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ +4. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? -a തന്നെ കിട്ടും. ഇതാണ് സ്ക്യൂ സിമെട്രിക്. സിമെട്രിക്കിൽ മെയിൻ ഡയഗണൽ 0 അങ്ങനെ വരും. പക്ഷേ സ്ക്യൂ സിമെട്രിക്കിൽ മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് എപ്പോഴും എന്താണ്? 0 തന്നെ വരണം. മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ഇങ്ങനെ മാത്രമേ ഉള്ളൂ, നമ്മളിങ്ങനെ എടുക്കില്ല. എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ന്യൂമറിക്കലി. A and B are 2 matrices. A plus A dash. Aയും ഒരു മെട്രിക്സ്. A is a square matrix. A plus A dash is always symmetric. A plus A dash the whole dash. A dash plus A dash dash. A dash plus A. നമുക്കതിന് A plus A dash എന്ന് എഴുതാം അല്ലേ? A plus A dash the whole dash എന്ത് കിട്ടി? A plus A dash കിട്ടി. Therefore, A plus A dash is symmetric. A minus A dash the whole dash. A dash minus A dash dash. Minus of A minus A dash. No. A minus A dash the whole dash. Minus of this matrix. Therefore, A minus A dash is
സ്ക്യൂ സിമെട്രിക്. നമ്മൾ പറഞ്ഞു A is any square matrix, then A plus A dash is symmetric, A minus A dash is skew symmetric. Half into A plus A dash plus half into A minus A dash. എന്ത് വരും? ഹാഫ് എ ഡാഷ് മൈനസ് ഹാഫ് എ ഡാഷ് ക്യാൻസൽ, ഹാഫ് ഇൻറ്റു എ പ്ലസ് ഹാഫ് ഇൻറ്റു എ ദറ്റ് ഈസ് ഈക്വൽ ടു എ. അതാണ് പറഞ്ഞത്. റിസൾട്ട് എന്താ? എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. ഇത് ഒരു മെട്രിക്സ് തന്നിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. കേരളയ്ക്ക് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, CBSEക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കത് എൻ്റെ പ്രോബ്ലം നമുക്ക് അടുത്ത എക്സസൈസ് വരുന്നുണ്ട്. എക്സസൈസ് 3.3 നമുക്കത് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. വേറെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.